അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ കാറ്ററിംഗ് വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് കൂട്ടുകാർ വീഡിയോ ഷെയർ ചെയ്യും, വീഡിയോക്ക് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവെക്കുക. വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇന്നതാ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് അടുപ്പൊക്കെ കത്തിച്ച് ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ അരിപ്പൊടി വെച്ചാണ്ടുള്ള അപ്പം, അതേപോലെ തന്നെ പിന്നെ കടലക്കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കടലയൊക്കെ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ കടലക്കറിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, എപ്പോഴും നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. കടലൊക്കെ കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇടാനുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയൊരു സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ഗ്യാസുമ്മൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പത്തിനുള്ള മാവാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയാണ് ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഒരു ബൗളിക്ക് ഒരു 2 കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പത്തിരിക്കോ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഇല്ലേ, അങ്ങനത്തെ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. അതേപോലെ അത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടയൊന്നും കെട്ടാതെ നല്ല രീതിയിൽ ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്താൽ മതി. അരിപ്പൊടിയിൽ വെള്ളം നല്ല രീതിയിൽ തന്നെ കലർന്ന് റെഡി ആയി കിട്ടും. അപ്പോൾ ആ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ കുറച്ച് ലൂസായിട്ടാണ് ഈ മാവ് വേണ്ടത്. ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പച്ചരി വെള്ളത്തിലിട്ടാണ്ട് ചീയപ്പം ഉണ്ടാക്കുമല്ലോ, ഞാൻ പറയലില്ലേ മലപ്പുറം സ്പെഷ്യൽ ചീയപ്പം എന്നൊക്കെ പറയില്ലേ, അത് അരി വെള്ളത്തിലിട്ട് അരച്ചെടുത്തിട്ടാണ് നമ്മൾ അങ്ങനത്തെ അപ്പം ചുടുക. ഇതിപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് അതിക്ക് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കണ അപ്പമാണ് കേട്ടോ. അപ്പോൾ മാവൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറിന് വെള്ളം വെച്ചിരുന്നല്ലോ, അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ കടന്നിട്ട് വെന്തോളും. പിന്നെ കടലക്കറി ഉണ്ടല്ലോ അടുപ്പത്ത്, അപ്പോൾ കടല വെന്തിട്ട് വേണം ആ ഒരു അടുപ്പിൽ നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അരിയിട്ട് പോന്നപ്പം അപ്പം ചട്ടി എടുത്ത് പോന്നിട്ടുണ്ട്. ഇപ്പോൾ കടലയൊക്കെ വെന്തിട്ടുണ്ടാവും. ഒരു 6-7 വിസിലടിച്ച് കഴിഞ്ഞാൽ വേവലുണ്ട്. ഞാനൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 4 വിസിലും അടുപ്പിക്കും. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിലും അടുപ്പിക്കും. അപ്പോൾ നമ്മൾ കുക്കറിൽ കടലക്കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വേവ് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കുക്കറും ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല, പലതും പല വ്യത്യാസം ഉണ്ടാവില്ലേ. അപ്പോൾ ഏതായാലും ഞാൻ കുക്കറൊക്കെ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ട് അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എണ്ണയൊക്കെ ആക്കി കൊടുത്തിട്ട് ഇതാ അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. ചട്ടി നല്ല ചൂടുവാണ് കേട്ടോ, എന്നാലുള്ള അപ്പം നന്നാവുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം മാവ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുമ്പോഴും പിന്നെ നമ്മളെ ബൗളത്തെ ആ മാവ് നല്ലോണം കയ്യിലോണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അരിപ്പൊടി ഇങ്ങനെ ഊറി താഴേക്ക് പോവും, വെള്ളം മേലെയായിട്ട് നിൽക്കും. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ കനം കുറഞ്ഞിട്ട് അപ്പം ചുട്ടെടുക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. കനമുള്ള അപ്പം ആകുമ്പം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, കനമില്ലാത്ത അപ്പം ആകുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മാവ് ഇതേപോലെ കുറച്ച് നല്ലോണം ലൂസാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ തന്നെ തുറന്ന് നോക്കിയാൽ അപ്പം വന്നിട്ടുണ്ടാവും. പിന്നെ ഒന്ന് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചാൽ മതി കേട്ടോ. അത് പിന്നെ ചട്ടിയിൽ നിന്ന് എടുക്കാൻ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ അപ്പം ചട്ടകം കൊണ്ട് എടുത്താൽ മതി. പിന്നെ ചിലരൊക്കെ പറയും അപ്പം ചട്ടിയിൽ അപ്പം ചുട്ടിട്ട് കിട്ടണില്ല പറയും. അതെന്താ വെച്ചാൽ ചട്ടിക്ക് എണ്ണമയം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കിട്ടാതെ വരുന്നത്. നമ്മൾ അപ്പം ചുടലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ എണ്ണയൊക്കെ തടവി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്തും നമ്മൾ അപ്പം ചട്ടിക്ക് ആ ഒരു എണ്ണമയമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് കഴുകി വൃത്തിയാക്കി നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്ത് പുതിയ എണ്ണയൊക്കെ തടവി കൊടുത്ത് അപ്പം ചുട്ടെടുക്കുമ്പോൾ അപ്പം കിട്ടും കേട്ടോ ചട്ടിയിൽ നിന്ന്. അപ്പം ചുടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കറി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കടലക്കറിയൊക്കെ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിരുന്നല്ലോ, അതിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കടലയൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കടല നല്ലോണം വേവണം, അപ്പോൾ ഞാനൊന്ന് ഉടച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഇടയിൽ. പിന്നെ അപ്പുറത്തെ അടുപ്പിലൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു, കുറച്ച് ബീഫ് മസാല ഇട്ട് കൊടുത്തു. അതൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ തേങ്ങ അരച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതാ നമ്മൾ കടല വേവിച്ചതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിഞ്ചുമോള് ചായയൊക്കെ കുടിക്കാൻ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറി വേഗം റെഡിയാക്കി കൊടുക്കുകയാണ്.
അപ്പോൾ ഇന്ന് ഞാൻ കിച്ചണിക്ക് വരാൻ തന്നെ സമയം വൈകിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് അലക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, എൻ്റെ ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. ഉമ്മാക്ക് എന്നും കൈവേദന അങ്ങനെ പറയും. അപ്പോൾ അവിടെ മഞ്ചേരിയിൽ ഒരു മുഹമ്മദ് കുട്ടി ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒന്ന് കൊണ്ടുപോയിട്ട് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബുക്ക് ചെയ്തപ്പോൾ 3 മണിക്കാണ് കേട്ടോ പോവേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഉച്ചക്ക് പോകേണ്ടി വരും. അപ്പോൾ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീരണം. അതേപോലെ ഉപ്പാൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോവാണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാനും ഒരുങ്ങാനും നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആക്കിയത് ഞാൻ അതുകൊണ്ടാണ്. അപ്പോൾ അലക്കലൊക്കെ രാവിലെ കഴിഞ്ഞാൽ പിന്നെ കുക്കിങ്ങും അതേപോലെ ആകെ അടിച്ചു വാരലൊക്കെ ഇന്ന് തുടക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതാ കുട്ടികൾക്കുള്ള സ്കൂൾക്കുള്ള കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരിക്കൽ കൂട്ടാൻ ഞാൻ ക്യാരറ്റ് ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി അതിക്കൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതേപോലെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനും അതേപോലെ തന്നെ ഇനിയിപ്പോൾ ദോശയൊക്കെ ചുടുമല്ലോ നമ്മൾ, ഉഴുന്ന് ദോശൻ്റെ കൂടെ കഴിക്കണമെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളെ കയ്യിൽ പുതിനയില ഉണ്ടെങ്കിൽ ഒരു 2 പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഈ ഒരു ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ അതിലില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല. പിന്നെ അതൊക്കെ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ പുളിക്ക് ആവശ്യത്തിന് കുറച്ച് സുർക്കയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ കുരു കളഞ്ഞ പുളി ഉണ്ടെങ്കിൽ പുളി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 2 ഇതൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടോ. ചമ്മന്തി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് വെച്ചിട്ടും ഇതേപോലെ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. ക്യാരറ്റൊക്കെ നമ്മൾ പച്ചക്ക് തിന്നണതല്ലേ, അപ്പോൾ വേവിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതിക്ക് ഞാൻ ക്യാരറ്റ് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് റൈസാണ് ഉണ്ടാക്കൽ. ഇന്നിപ്പോൾ ക്യാരറ്റ് റൈസൊന്നും അല്ല കേട്ടോ, സാധാ ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അവർക്ക് കൂട്ടാൻ കൊടുക്കുന്നത് മുരിങ്ങ ഉപ്പേരിയാണ് കേട്ടോ, മുരിങ്ങ ഇല ഉപ്പേരിയാണ്. അപ്പോൾ ഉപ്പേരി വെക്കാനൊന്നുമില്ല ഞാൻ നോക്കിയപ്പം. പിന്നെ മുരിങ്ങയൊക്കെ വെറുതെ ഇല പഴുത്ത് ഇങ്ങനെ പോവുകയാണ്. മുരിങ്ങ ഉപ്പേരി വെച്ചാൽ കുട്ടികൾ നല്ലോണം കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് അതാക്കാമെന്ന് വിചാരിച്ച് വേഗം പോയിട്ട് കുറച്ച് മുരിങ്ങ ഒടിച്ചുകൊണ്ട് വന്നിട്ട് അതൊന്ന് ഊരിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ മുരിങ്ങയൊക്കെ കുട്ടികൾക്ക് കൊടുക്കണതും നല്ലതാണ്, അതേപോലെ നമുക്ക് കഴിക്കുന്നതും നല്ലതാണ്. പക്ഷേ ഇത് ഊരിയെടുക്കാൻ ചില ടൈമിലൊരു മടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് ഒടിച്ചുകൊണ്ടില്ലൊന്നുമില്ല. നമുക്ക് ടൈം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യലുണ്ട്. ചിലപ്പോൾ ഒന്നും ടൈം തന്നെ കിട്ടൂല. അപ്പോൾ പിന്നെ എന്താ കാട്ടുക, വേഗം പോയിട്ട് ഉപ്പേരി വെക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗം അങ്ങോട്ട് കഷ്ണം വെട്ടിയാണ്ട് ഉപ്പേരി ഉണ്ടാക്കും. മുരിങ്ങൻ്റെ ഇലയൊന്നും അപ്പം ഓർമ്മ വരില്ല കേട്ടോ. പിന്നെ പച്ചക്കറികളൊന്നും ഇല്ലാത്ത ടൈമിലാണ് ഇങ്ങനെ മുരിങ്ങൻ്റെ ഇലയ്ക്ക് ഓർമ്മ വരിക. അപ്പോൾ എന്തായാലും മുരിങ്ങ ഉപ്പേരിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. റെസിപ്പി ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയണത് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ചോറും വെന്തിട്ടുണ്ടേനും. ചോറ് വന്നപ്പോൾ ഞാൻ പാത്രത്തിലാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ മഞ്ജുമോൾക്കും ചോറ് വേണമെന്ന് പറഞ്ഞു, ഓളും ചോറ് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാൾക്കും പാത്രത്തിലാക്കിയിട്ടുണ്ട് ചോറ്. പിന്നെ നമ്മൾ ക്യാരറ്റ് ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മുരിങ്ങയില ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയത് കഞ്ഞിവെള്ളത്തിൽ മുരിങ്ങ ഒന്ന് വേവിച്ചെടുത്ത് ഉപ്പിട്ടുകൊണ്ട് എന്നിട്ട് അതിക്ക് തേങ്ങയും കാന്താരി മുളക് ചതച്ചതും ചേർത്ത് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ മുരിങ്ങയില ഉപ്പേരി. പിന്നെ ഇതിക്ക് മുട്ട കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ തേങ്ങയൊക്കെ ചതക്കിയത് ഇട്ട് കൊടുക്കുമല്ലോ, ആ ഒരു സമയത്ത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ചിക്കി കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു. ഇനിയിപ്പോൾ ഓർക്ക് പോകേണ്ട സമയമാകുമ്പോൾ ഒരു പോയിക്കോളും. പിന്നെ ഐഫക്കുട്ടിക്കും റിച്ചുവിനും മുരിങ്ങൻ്റെ ഇല ഉപ്പേരി ഒന്നും വേണ്ട, ഓർക്ക് രണ്ടാക്കും ക്യാരറ്റ് ചമ്മന്തിയാണ് കേട്ടോ കൊടുത്തത്. ഓർക്ക് പിന്നെ സ്കൂളിൽ കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാവും ചോറ് കഴിക്കുമ്പോൾ. ഇവർ പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകല്ലേ, അപ്പോൾ ഓർക്ക് രണ്ടാക്കും അങ്ങനെ 2 കൂട്ടാനൊക്കെ ആക്കി കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നലെ കിട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ്റെ കുട്ടിൻ്റെ മുടി കളയലിന് അങ്ങനെ കിട്ടിയതേനും. അപ്പോൾ ഞാൻ ഇന്നലെ വെച്ചിട്ടില്ലേനി, ഇന്നലെ നമുക്ക് ചിക്കനൊക്കെ ഉണ്ടേനും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനും. അപ്പോൾ അത് ഞാൻ കുറച്ച് രാവിലെ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിനി കേട്ടോ. അപ്പോൾ ഇന്ന് ഇതുകൊണ്ടാണ് നമുക്ക് ഉച്ചയ്ക്ക് ചോറിനുള്ള കൂട്ടാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നമ്മൾ സാധാരണ ചിരവൻ്റെ അടിയിൽ കത്തി വെച്ചിട്ടാണല്ലോ അത് കട്ട് ചെയ്യൽ. അപ്പോൾ അതേപോലെ തന്നെ കത്തിയൊക്കെ വെച്ച് അതൊക്കെ കട്ട് ചെയ്ത് കഴുകി വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിലേക്കുള്ള ഉള്ളിയും തക്കാളിയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തു. അങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഒക്കെ നമ്മളെ മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുത്തു. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പിന്നെ റെസിപ്പി ഒന്നും കാണിക്കാനില്ല. അപ്പോൾ ഇത് ഇന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഞാൻ വീഡിയോ എടുത്തില്ല, മിഞ്ഞാന്ന് നമുക്ക് കാറ്ററിംഗ് ഒക്കെ ആയതുകൊണ്ട് ഇന്നലെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടോ. അപ്പോൾ ഇന്നെടുത്ത വീഡിയോ തന്നെയാണ് ഇന്ന് അപ്ലോഡ് ആക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ചെറിയ വീഡിയോ ആക്കിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ പോകണം, പിന്നെ വേറെ ഒരു കാര്യത്തിന് പുറത്ത് പോവാണ്ടേനും അങ്ങനെ ഒരുപാട് തിരക്കായിപ്പോയി.
അപ്പം ഇൻഷാ അല്ലാ നല്ല നല്ല റെസിപ്പീസൊക്കെ നമ്മളെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് കിട്ടണ്ടേ. അപ്പോൾ നല്ല കണ്ടൻറ്റുള്ള വീഡിയോ തന്നെ നോക്കിയിട്ട് ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ ബീഫൊക്കെ ഇതാ ഞാൻ പിന്നെ മണ്ണിൻ്റെ ചട്ടിക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ പിന്നെ ചോറൊക്കെ വെന്ത് ഊറ്റി വെച്ച് അടുപ്പിൽ നല്ലോണം തീയൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വിറകൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടേന്. വിറകൊക്കെ അതാ നല്ലോണം കത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് നമ്മളെ പിന്നെ ബീഫൊക്കെ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേന് കേട്ടോ. കുട്ടികളൊക്കെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പോയി. അപ്പോൾ ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമ്മളെ കടലക്കറി, അതേപോലെ അരിപ്പൊടി വെച്ചിട്ടുള്ള അപ്പം. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ അപ്പം, കടലക്കറി ആണെങ്കിലും അല്ലെങ്കിൽ ചട്നി ആണെങ്കിലും ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കഴിക്കാൻ കുട്ടികൾക്കും ഇഷ്ടമാണ്. അതേപോലെ പിന്നെ ബീഫ് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ എനിക്ക് ചെയ്യാനുള്ള ജോലികളൊക്കെ ചെയ്തു. തുണികളൊക്കെ അലക്കിയിട്ടിനി, അതൊക്കെ തോരട്ടു. പിന്നെ അതൊക്കെ അടിച്ചു വാരി. ഇന്നിപ്പോൾ തുടക്കലൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ബീഫൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് പിന്നെ വിറക് കൊള്ളി അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും ബീഫ്. വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കനലിന്മേൽ കടന്നിട്ട് അങ്ങനെ ചാമ്പി കടന്ന് വേവാന്ന് പറയില്ലേ, അങ്ങനെ വെന്താൽ മതി. അപ്പോൾ ഞാനതിവിടെ അടച്ചു വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്താണ്ട് ബീഫ് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.